ഡോക്ടർ ജോസ് സെബാസ്റ്റ്യൻ, താങ്കൾക്ക് പോണ്ടതാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് കാർത്തികേയൻ്റെ വിയോജിപ്പിനെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാണ്. ഈ നമ്മുടെ ഒരു സമൂഹത്തിൽ വളർച്ചയും പുനർവിതരണവും ഒന്നിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ വളർച്ച കൊണ്ട് മാത്രം പോയാൽ പോരാ, പുനർവിതരണ പ്രവർത്തനങ്ങൾ നടക്കണം. അസമത്വം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു ലക്ഷ്യം തന്നെയാണ്. അതാണ് സർക്കാരിൻ്റെ ഒരു പ്രധാനമായ ഒരു ലക്ഷ്യം തന്നെ. അപ്പോൾ അത് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ വളർച്ചയെക്കുറിച്ച് ഒരുപാട് വായ്ത്താരി മുഴക്കുന്നതിൽ വലിയ കാര്യമില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഈ അസമത്വം അതിൽ തന്നെ ഒരു വലിയ കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. ഈ സാധാരണ ജനങ്ങൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ റോട്ടി കപ്പട ഓർ മകാൻ എന്ന് ഹിന്ദിയിൽ പറയുന്ന ഈ 3 കാര്യങ്ങൾ നല്ല ശരിയായ രീതിയിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അംബാനിയോ അദാനിയോ വിമാനത്തിൽ പോകുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം ഞാൻ ഈ അസമത്വത്തെ എതിർക്കേണ്ട കാര്യമില്ല. കാരണം ഈ അദാനിയും അംബാനിയും അടക്കമുള്ള സംരംഭകരാണ് തൊഴിൽ സൃഷ്ടിക്കുന്നത്, നികുതി വരുമാനം സൃഷ്ടിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും ബോധവാനാണ്. ഞാനിത് സൂചിപ്പിച്ചത് ഈ പിക്കറ്റിയുടെ ഈ ആർഗ്യുമെൻറ്റിൻ്റെ അകത്തെ അതൊരു മോശമായ ഒരു ആർഗ്യുമെൻ്റ് ആണ് എന്ന അർത്ഥത്തിലല്ല. ഇത് ഇന്ത്യൻ സമൂഹം 75 വർഷം ആയി കഴിഞ്ഞു നമ്മൾ. അപ്പോൾ ഈ അടുത്ത ഒരു 10-20 വർഷത്തിനുള്ളിൽ 25 വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു വികസിത രാജ്യമാകുന്നതോടൊപ്പം തന്നെ വികസിത രാജ്യങ്ങളിലെ സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന സാമൂഹിക സുരക്ഷിതത്വവും ജീവിത സൗകര്യങ്ങളും കൂടെ അവർക്കും ലഭ്യമാകണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. യെസ്.